ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹർ പുറത്തേക്ക് ഇറങ്ങി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയ സമയത്താണ് കല്യാണി പറഞ്ഞയച്ചത് പ്രകാരം ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് മാഗ്ന അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം മാഗ്നയെ കണ്ടപ്പോൾ തന്നെ മനോഹർ അടുത്ത കൊളുത്ത് വലിക്കാൻ തുടങ്ങി, ചൂണ്ടയിട്ടു. മനോഹർ വിചാരിക്കുന്നുണ്ട്, അവളെ കണ്ടിട്ട് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും വലിയൊരു വീട്ടിലെ പെൺകുട്ടിയാണെന്ന് ഉറപ്പിക്കാം. കാരണം അത്രയും പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് മാഗ്ന വരുന്നുണ്ടായിരുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ബില്ലൊക്കെ നോക്കിക്കൊണ്ടാണ് മാഗ്ന നടക്കുന്നത്. അതൊക്കെ ഫോണിൽ ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോഹർ നോക്കി നിൽക്കുന്നത് പോലും മാഗ്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം മനോഹർ വിചാരിക്കുന്നുണ്ട്, പുതിയ ചൂണ്ട തേച്ച് മിനുക്കേണ്ട സമയമായി. മാഗ്ന ആരെയോ കോൾ ചെയ്തുകൊണ്ടാണ് നടന്നു വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വന്നിട്ട് മനോഹർ ഇടിച്ചിടുകയാണ് മാഗ്നയെ. പെട്ടെന്ന് മാഗ്നയും ഫോണൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പരിഭ്രമത്തോടെ നമ്മൾ നോക്കുമല്ലോ നമ്മൾ ഒരാൾ ഇടിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല മാഗ്നയുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റൈൽസിലെ കവറുകളൊക്കെ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹർ ആദ്യത്തെ ചൂണ്ടറിയാണ്. അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ മാഗ്ന ഒന്നും പറയുന്നില്ല. അങ്ങനെ മാഗ്ന താഴെ വീണ സഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ മനോഹർ ഒന്നിച്ച് താഴത്ത് പോയി അത് എടുത്തു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ രണ്ടുപേരുടെ നെറ്റി പരസ്പരം ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്ത് കവറൊക്കെ പൊടിയൊക്കെ തട്ടി കൊടുക്കുകയാണ് അവൾക്ക്. അതിന് മാഗ്ന മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പം മനോഹർ തന്നെ പറയുന്നുണ്ട്, അയ്യോ ഇന്ന് പറ്റുന്നതൊക്കെ അബദ്ധങ്ങളാണല്ലോ, ഞാനേ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, അതാ കണ്ണിപ്പെടാതെ പോയത്. വളരെ സൗമ്യമായ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് മനോഹർ സംസാരിക്കുന്നത്. പക്ഷേ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ മാഗ്ന പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്നൊരർത്ഥത്തിൽ അതും പറഞ്ഞ് മാഗ്ന പോവുകയാണ്. അപ്പം മനോഹറും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മാഗ്ന നടന്ന് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ മനോഹർ വീണ്ടും വിളിക്കുകയാണ്, ഹലോ. അപ്പോൾ മാഗ്ന അവിടെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മനോഹർ അവളുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുട്ടിയെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? അപ്പം മാഗ്ന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുവാ. അപ്പം മനോഹർ അടുത്ത ചൂണ്ടയിടുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല മുഖപരിചയം, എവിടെയാ വീട്? അപ്പം മാഗ്ന പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂതക്കുളം. ഓ ഭൂതക്കുളം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് മനോഹർ. അതേസമയം തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഭൂതക്കുളത്തല്ലേ രേഖ എന്ന പേരിൽ എൻ്റെ ഭാര്യ ഉള്ളത്? പിന്നെ പെട്ടെന്ന് തന്നെ മാഗ്നയോട് പറയുന്നുണ്ട്, ഭൂതക്കുളം എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്, ഇവിടെ തിരുവനന്തപുരത്താണോ പഠിച്ചത്? ആ അതെ, മാഗ്ന സൗമ്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് മനോഹർ ചോദിക്കും, MG കോളേജിലാണോ? അല്ല, ആർട്സ് കോളേജിലാ. അപ്പം മനോഹർ ആലോചിക്കുന്ന മട്ടിൽ പറയാണ്, പിന്നെ എവിടെ വെച്ചാ നമ്മൾ കണ്ടത്? പെട്ടെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടിയുടെ പേര്? മേഘ്ന. എൻ്റെ പേര് റോണി തോമസ്. ഞങ്ങൾ സ്റ്റേറ്റ്സിലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഡാഡിയും മമ്മിയും അവിടെയാ. എന്തോ എനിക്ക് നല്ല പരിചയമുണ്ട്. ഒരു കാര്യം ചെയ്, കുട്ടിയുടെ ഫോൺ നമ്പർ ഇങ്ങ് തന്നേ. അപ്പം മാഗ്ന ചോദിക്കുന്നുണ്ട്, എന്തിനാ സർ? അല്ല, ഓർക്കുകയാണെങ്കിൽ എവിടെ വെച്ചാ കണ്ടേന്ന് വിളിച്ച് പറയാലോ. മനോഹർ ശരിക്കും അങ്ങോട്ട് വിലസുകയാണ്. സംശയം തോന്നാത്ത രീതിയിൽ, എന്നാൽ എന്തായിരിക്കും ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് മാഗ്ന നിൽക്കുന്നത്. അപ്പം മനോഹർ ചിരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ഉറപ്പാണ്, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഓർമ്മ കിട്ടാത്തത്. അപ്പം മാഗ്ന ഇങ്ങനെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും വേഗം മനോഹർ ഫോൺ എടുത്തിട്ട് മാഗ്നയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ആ നമ്പറിങ് തന്നെ. അപ്പം മാഗ്ന അതുപോലെ തന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മാഗ്ന നമ്പർ ടൈപ്പ് ചെയ്ത് ഫോൺ കൊടുത്ത സമയത്ത് മനോഹർ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നമ്പർ തന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അതിന് മാഗ്ന മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ടപ്പോൾ മനോഹർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പരിചയമുള്ളത് കൊണ്ടാണ് വാങ്ങിയത്, ഇന്ന് എന്തായാലും എൻ്റെ ഒരു കോള് വരും, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഗ്ന അവിടുന്ന് പോവുകയാണ്. ആ ശരി. അപ്പം മനോഹർ മാഗ്ന പോയത് തന്നെ നോക്കി നിന്നിട്ട് അടുത്ത കൗശലത്തോടു കൂടി പറയുന്നുണ്ട്, ഇത് ചൂണ്ടയിൽ വളരെ പെട്ടെന്ന് തന്നെ കുടുങ്ങുന്നാ തോന്നുന്നേ, ഒന്ന് കൊളുത്തി വലിക്കണമെന്ന് മാത്രം. അടുത്ത ഇരകിട്ടിയ ഒരു വേട്ടക്കാരൻ്റെ സന്തോഷം തന്നെയാണ് മനോഹറിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അതേസമയം രൂപയുടെ മുറിയിൽ വെച്ചിട്ടുള്ള റെക്കോർഡർ എടുത്തിട്ട് അതിലുള്ള സംഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് പമ്മി ആ റൂമിലേക്ക് പോവുകയാണ് ഷാരി. അങ്ങനെ ആരും വരുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അലമാരയുടെ മുകളിൽ വെച്ചിട്ടുള്ള ആ റെക്കോർഡർ എടുത്തിട്ട് ഷാരിയുടെ ഫോണിൽ വെച്ചിട്ട് അത് റെക്കോർഡ് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ രൂപ അന്ന് സേനനോട് സംസാരിച്ച ആ വാക്കുകളാണ് കേൾക്കുന്നത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നു വന്നാൽ അവൾക്കെതിരെ പ്രയോഗിക്കാൻ നമ്മുടെ കയ്യിലൊരു തുറുപ്പുചീട്ടുണ്ട്, താര. അത് കേൾക്കുന്ന സമയത്ത് ഷാരി ഒന്ന് ഷോക്കാവുകയാണ്, താരയെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പം സേന അന്ന് തിരിച്ചു പറയുന്നുണ്ടായിരുന്നു, അതെ, ഇപ്പോൾ ഇവിടെ സൂത്രത്തിൽ വലിഞ്ഞു കയറി കൂടിയവൾ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് താരയുടെ മുന്നിലാണ്. അത്രേ ആ സംഭാഷണത്തെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ ഷാരി ഇങ്ങനെ ദേഷ്യവും ഷോക്കും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അത് കേട്ടിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ വേഗം തന്നെ പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് രൂപയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് രൂപയുടെ സംസാരിക്കുന്നത്. രൂപേ,
അപ്പോൾ രൂപ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. നീയും നിൻ്റെ മക്കളും ഭർത്താവുമായിട്ടുള്ള സ്നേഹങ്ങൾ വെറും നാടകമാണെന്നാണ് രാഹുൽ ഏട്ടനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം രൂപ ഇങ്ങനെ ഷോക്കായിട്ട് ശാരി പറയുന്ന കേട്ട് നിൽക്കുകയാണ്. അങ്ങേർക്ക് തലയ്ക്ക് വട്ടായിരുന്നത് കൊണ്ട് ഞാനതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നില്ല, ശാരി പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ മോൾ എന്നോട് പറഞ്ഞു സത്യങ്ങൾ കണ്ടെത്തണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എനിക്ക് പല കാര്യങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. നിനക്ക് നിൻ്റെ ഭർത്താവിനോടും മക്കളോടും ആത്മാർത്ഥ സ്നേഹമാണെന്ന്. നീ ഞങ്ങളെ ചതിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ രൂപ എത്രയൊക്കെ പറഞ്ഞാലും ഒരു പേടിയോടുകൂടിയാണ് കേട്ട് നിൽക്കുന്നത്. അപ്പോൾ ശാരി വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും നിൻ്റെ ഏട്ടനെന്ന് പറയുന്ന ആൾ ഇതറിയാതിരിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഞാൻ രാഹുലേട്ടനെ അറിയിക്കും നീ കളിക്കുന്ന നാടകത്തെ പറ്റി. ചിരിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ കഴുത്തറക്കുമായിരുന്നു അല്ലേ? നീയും നിൻ്റെ മക്കളും ഭർത്താവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് നാൾ കുറേ ആയി. അപ്പോൾ രൂപ തിരിച്ച് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് എൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിച്ചാൽ? അപ്പോൾ ശാരി പറയാ, ഒരു സമയത്ത് നിന്നെ തകർത്തവനല്ലേ നിൻ്റെ ഈ ഭർത്താവ്? അപ്പം രൂപ പറയാണ്, അങ്ങനെ തകർത്തെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ ആങ്ങള എന്ന് പറയുന്നവനാണ്. അപ്പം ശാരി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവൾ കൊള്ളാലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം രൂപ പറഞ്ഞു കൊടുക്കുകയാണ്, താരയുമായിട്ട് അയാൾക്കാണ് ബന്ധമുള്ളത്. അപ്പം ശാരി പുച്ഛത്തോടെ പറയാ, ആഹാ ഇപ്പം പ്ലേറ്റ് മാറ്റി. നിൻ്റെ ഭർത്താവല്ലടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. നിൻ്റെ മക്കളും മരുമോളും ഒക്കെ ഇതിന് കൂട്ടുനിന്നല്ലേ? അവർക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലോ അച്ഛനെ നിന്നെ ഒന്നിപ്പിക്കണമെന്ന്. അതുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ നീ അങ്ങ് വിശ്വസിച്ച് കാണും. അപ്പം രൂപ പറയുന്നുണ്ട്, അവർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല, എന്നാൽ വ്യക്തമായ ചില തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ശാരി ദേഷ്യത്തോടെ പറയാണ്, അവസാനം പിടിക്കപ്പെട്ടപ്പോൾ നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളത്തരം പറയുക. നിന്റെ ആങ്ങളെ ഒരു കാരണവശാലും ഇനി മണ്ടനാക്കപ്പെടരുത്. അപ്പം രൂപ കുറച്ച് പേടിയോടുകൂടിയാണ് ശാരി പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അപ്പം ശാരി നല്ല അഹങ്കാരത്തോടെ വിജയത്തോടെ പറയുന്നുണ്ട്, അങ്ങേരിത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങേരുടെ ജീവിതം പോയാലും പിന്നെ അങ്ങേര് നിന്നെയും നിൻ്റെ ഭർത്താവിനെയും ജീവിക്കാൻ സമ്മതിക്കില്ലടി. ശാരി ഓരോ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് രൂപയുടെ പേടി കൂടിക്കൂടി വരികയാണ്. അത് മുഖത്ത് തന്നെ പ്രകടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാരി പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായി നീ എന്തുകൊണ്ടാണ് എൻ്റെ മോളുടെ പേരിൽ സ്വത്തെഴുതി വെക്കാഞ്ഞതെന്ന്. എല്ലാം എഴുതി കൊടുക്കാൻ പോയപ്പോഴല്ലേ വക്കീലെന്ന് പറഞ്ഞ് ഒരുത്തം വന്നത്. എന്നിട്ട് അവൻ കളിച്ച നാടകങ്ങളൊക്കെ നീ ഉണ്ടാക്കിയതാ. അപ്പം രൂപ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ശാരി പറയാ, ഇനിയും ഞങ്ങളെ പറ്റിക്കാന്ന് നീ കരുതണ്ടടി. എല്ലാം നഷ്ടപ്പെട്ട് നടക്കുക രാഹുലേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി നഷ്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനുമാ. രൂപക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ശാരി സംസാരിക്കുന്നത്. അതുകൂടെ കേൾക്കുന്ന സമയത്ത് രൂപക്ക് നന്നായിട്ട് പേടിയാവുകയാണ്. രൂപയുടെ മുഖമൊക്കെ പതറുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തന്നെ സ്യൂട്ട് കേസും വലിച്ചുകൊണ്ട് ശാരി അവിടുന്ന് പോവുകയാണ്. രൂപ പേടിയോടുകൂടി ഫോൺ എടുത്തിട്ട് ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശാരി ദേഷ്യത്തോടു കൂടി പോകുന്ന കാറിനെ ക്രോസ് ചെയ്തുകൊണ്ട് കിരണിൻ്റെ കാറ് വന്ന് നിർത്തുകയാണ്. കിരണിനെ കണ്ടപ്പോൾ അടക്കാനാവാത്ത ദേഷ്യത്തോടു കൂടിയാണ് ശാരി കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം കിരൺ ഇങ്ങനെ ആ ദേഷ്യത്തോടു കൂടി തന്നെ ശാരിയെ നോക്കി നിൽക്കുമ്പോൾ ശാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ? അപ്പോൾ ഒന്ന് അടിമുടി നോക്കിയിട്ട് കിരണ് ചോദിക്കുന്നുണ്ട്, എന്തോ ഒന്ന് വിജയിച്ച മട്ടിലാണല്ലോ പോകുന്നത്. അതേടാ ഞാൻ വിജയിച്ചടാ. നിൻ്റെ അമ്മയെന്ന് പറയുന്നവളുണ്ടല്ലോ ഞങ്ങളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു. ഇന്നേതായാലും സത്യങ്ങൾ നിൻ്റെ മാമനോട് പറയണം, അങ്ങേരിത് അറിയണം. അങ്ങനെ ശാരി വലിയ അഹങ്കാരത്തോടെ പറയുന്ന സമയത്ത് കിരൺ അത്രയും പുച്ഛിച്ച് ചിരിക്കുകയാണ്. എന്നിട്ട് ശാരിയോട് പറയുന്നുണ്ട്, അറിഞ്ഞാലും ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അറിയാടാ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് ശാരിയും തിരിച്ചു പറയാണ്. പക്ഷെ ഒന്ന് നീ ഓർത്തോ, അങ്ങേരിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങേര് അടങ്ങിയിരിക്കില്ല, എന്തും ചെയ്യും. ശാരി പറയുന്നത് ക്ഷമയോടെ കേട്ട് നിൽക്കുകയാണ് കിരൺ. അപ്പോൾ ശാരി പറയുന്നുണ്ട്, ഒരു മനുഷ്യ ബോംബായിട്ട് നിൻ്റെയൊക്കെ മുന്നിൽ വന്ന് നിന്ന് പൊട്ടിത്തെറിച്ചെന്നും വരും. അപ്പോൾ കിരൺ കൂസലില്ലാതെ പറയാണ്, ആയിക്കോട്ടെ അങ്ങേര് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ അതിനു മുമ്പ് ചിലപ്പോൾ അങ്ങേരുടെ മുന്നിൽ മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുന്നത് നിങ്ങളായിരിക്കും. ആദ്യം ചെറുതായിട്ട് ശാരി ഒന്ന് പതറുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഒരു ധൈര്യം തിരിച്ചു കൈവരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ പുതിയ കഥ ഉണ്ടാക്കുകയാണോ? അപ്പോൾ കിരൺ പറഞ്ഞു കൊടുക്കുകയാണ്, കഥകൾ ഉണ്ടാക്കുകയല്ല, നടന്ന കഥകൾ പറയുകയാണ്. എന്താന്നുള്ള അർത്ഥത്തിൽ ശാരി ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടല്ലോ, താര എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവർ ദിവസവും വന്നിട്ട് നിങ്ങളുടെ മോൾ അവരുടെ മോളാണെന്ന് പറയുന്നത് കള്ളത്തരുന്നാണെന്നോ നിങ്ങൾ വിശ്വസിച്ചത്? അതാന്ന് കേട്ടപ്പോൾ കുറച്ചുകൂടി ധൈര്യത്തോട് ശാരി പറയുന്നുണ്ട്, ഓ ഇനി അവളെ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനെ മോശക്കാരനാക്കാനാണോ നീ ശ്രമിക്കുന്നത്? അപ്പോൾ കിരൺ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോശക്കാരനാക്കാൻ നോക്കുകയല്ല, അയാൾ മോശക്കാരനാണ്. നിങ്ങളുടെ മകൾ, നിങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് അടക്കി പിടിക്കുന്ന നിങ്ങളുടെ മകൾ, അത് നിങ്ങളുടെ സ്വന്തമല്ല, അത് അവർക്ക് സ്വന്തമാണ്. സരയുവേ താരാൻ്റിയുടെ മോളാണ്.
ഷാരി ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നുള്ള ആ ഒരു ഇത് മാറിയപ്പോൾ തന്നെ ദേഷ്യത്തോട് കിരണിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, കല്ല് വെച്ച നുണകൾ പറഞ്ഞ് നിന്നെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് നിന്റെ അച്ഛൻ എന്ന് പറയുന്നവനാടാ. അത് കേട്ട് എൻ്റെ കുഞ്ഞിനെ മറ്റു വല്ലവരുടെയും കുഞ്ഞാക്കാൻ നോക്കിയാലുണ്ടല്ലോ, അത് ഞാൻ ക്ഷമിക്കത്തില്ലടാ. അപ്പോൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് കിരണ് പറയാണ്, നിങ്ങളെ എന്നോട് തട്ടിക്കയറേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രസവിച്ച സമയത്തെ നിങ്ങൾക്ക് അരികിൽ കിടന്ന കുഞ്ഞാണ് സരയു. അതായത് നിങ്ങൾ പ്രസവിച്ച സമയത്ത് നിങ്ങൾക്ക് ബോധമില്ലാതാവുകയും അത് കഴിഞ്ഞ് ബോധം വന്നപ്പോൾ നിങ്ങൾക്ക് അരികിൽ കാണുകയും ചെയ്ത പെൺകുട്ടിയാണ് സരയു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഷാരി ഇങ്ങനെ ഷോക്കായിട്ടാണ് കേട്ട് നിൽക്കുന്നത്. അത് നിങ്ങളുടെ മോളാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആ സമയത്ത് കുഞ്ഞിനെ മാറി വെച്ചതാണെങ്കിലോ? അപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എടാ നീ അന്ന് കൊച്ചു കുട്ടിയാ, ഇതൊക്കെ മറ്റൊരാൾ പറയാത്ത നീ അറിയത്തില്ലല്ലോ. അപ്പം കിരണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടല്ല ഞാനിതൊന്നും അറിയുന്നത്. വിശദമായി ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ കഥകളൊക്കെ അറിയാവുന്ന ഒരാളുണ്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭർത്താവ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. താരാൻ്റെ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത് അങ്ങേർക്കാണ്. അത് അങ്ങേരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഷാരി ശരിക്കും ആലോചിക്കുകയാണ്. താര വരുന്ന സമയത്ത് ഈ തട്ടിക്കയറിയിട്ട് സംസാരിക്കുന്ന ടൈമിലൊക്കെ രാഹുലിന് ആ ഒരു ഭയം ഉണ്ടായിരുന്നു. അന്നും താര വന്ന സമയത്ത് ഷാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സരയുവിനെ എടുത്തു കൊണ്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പം താര രാഹുൽ അരികെ വന്നപ്പോൾ രാഹുലിനോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞാണ് ഇതെന്നൊക്കെ പറയുന്ന സമയത്ത് രാഹുൽ തട്ടിക്കയറാണ്, എൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞെങ്ങനെയാണ് നിൻ്റെ മോളാവുന്നത്? അപ്പോഴാണ് താര ദേഷ്യത്തോടെ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഷാരിയുടേത്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, ഞാൻ 100% ഉറപ്പിച്ച് പറയുക, സരയു താരാൻ്റിയുടെ മോളാണ്. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, നിർത്തടാ, നീ പറയുന്നത് സത്യമല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ബന്ധം പിരിയാമോ? നീ കല്യാണിയെ വിട്ടുകളയുമോ? കുറച്ച് നേരം കിരണൊന്ന് അപ്സെറ്റ് ആവുകയാണ് ആ ഒരു ചോദ്യം കേട്ടപ്പം. കാരണം കല്യാണിയെ വിട്ടുകളയുക എന്ന് പറയുന്നത് കിരണിനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ സമയം കൊണ്ട് ഷാരി ഗോളടിക്കുകയാണ്. എന്താടാ നീ ഒന്നും പറയാത്തത്? പെട്ടെന്ന് തന്നെ കിരണ് ട്രാക്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, ശരി, ഞാൻ കല്യാണിയെ വിട്ടുകളയാം. സരയു നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾ തെളിയിക്കുവാണെങ്കിൽ ഞാൻ കല്യാണിയെ വിട്ടുകളയാം. കിരൺ അത്രയും കോൺഫിഡൻസോടെ പറഞ്ഞപ്പോൾ ഷാരിക്ക് ചെറുതായിട്ടൊരു പേടി വരുന്നുണ്ട്. അതിന് നിനക്ക് കഴിയുമോ? കഴിയും. കാരണം ഇതിൻ്റെ പേരിൽ കല്യാണി എനിക്ക് ഒഴിവാക്കേണ്ടി വരില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ പറയുന്നതേ സത്യ. അപ്പോൾ ഷാരി ചോദിക്കുക, എടാ സത്യമല്ലെങ്കിൽ ഒഴിയാമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഓക്കെ, എങ്കിൽ ഞാൻ ഇതിന് പിന്നെ ഒരു യാത്ര നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഷാരി പറയാണ്. ഓക്കെ, എങ്കിൽ ഈ യാത്ര കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനം നിങ്ങൾ എൻ്റെ അരികിൽ തന്നെ വരും. എന്നിട്ട് എന്നോട് ചോദിക്കും, എൻ്റെ അങ്കിളിനെ ഒന്ന് കൊന്നു തരാമോ എന്ന്. അപ്പോൾ ഷാരി തിരിച്ചു പറയുന്നുണ്ട്, ഒരിക്കലും അല്ല. ഇതിൻ്റെ യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ നീയും കല്യാണിയും തമ്മിൽ വേർപിരിയലായിരിക്കും. ഓക്കെ, കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കിരൺ അവിടുന്ന് പോകുന്നത്. പക്ഷേ കിരൺ പോയതിനു ശേഷം ഷാരിയുടെ ആ ധൈര്യമൊക്കെ ചോർന്നു പോവുകയാണ്. ഷാരി വിചാരിക്കുന്നുണ്ട്, അവൻ ഇത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഷാരി നേരെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോഴേക്കും ഷാരിയുടെ വീട്ടിലേക്ക് താര ഇങ്ങനെ പേടിച്ച് കയറി വരുന്നുണ്ടായിരുന്നു. ഷാരി ഇറങ്ങിയപ്പോൾ തന്നെ താരയെ കണ്ട ആ ദേഷ്യത്തിൽ, എന്താ നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം താര സങ്കടത്തോടെ ആംഗ്യത്തിൽ കാണിക്കുകയാണ്, എനിക്ക് എൻ്റെ മോളെ കാണണമെന്നോ? ഏത് മോളെ കാണണമെന്നടി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചൂടിലാണ് ഷാരി ഉള്ളത്. അതിനുശേഷം അവളുടെ കയ്യിൽ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീയും അയലത്ത് താമസിക്കുന്നവരും പിന്നെ നിൻ്റെ ഒരു ജാരനുണ്ടല്ലോ, അവരെല്ലാവരും കൂടി കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയാ എൻ്റെ മോള് നിൻ്റെ മോളാവോടി. അതിനൊന്നും മറുപടി പറയാതെ താര ഇങ്ങനെ കരയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേടി? നിന്റെ മോളാണ് സരയു എന്ന് പറഞ്ഞാലേ അവൾ നിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കും, നിന്നെ കൊന്നു തള്ളും. അതുകൊണ്ട് അവളെ കാണാൻ നിൽക്കാതെ പോടി. എന്നിട്ടും പോവാത്ത കണ്ടപ്പോൾ പിടിച്ച് തള്ളു വെച്ച് കൊടുക്കണം. അപ്പോൾ അവർ നിലത്ത് വീണിട്ട് അവരെ കൈയൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ച് ആവും. വീണ്ടും എഴുന്നേറ്റ് വന്നപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ നിന്നെ കത്തിച്ച് കളയും. നീ പ്രസവിച്ച നിന്റെ മോൾ എവിടെയെങ്കിലും കാണുവേടി? നീ പോയി ആ ചന്ദ്രസേനോട് ചോദിക്ക്, അവൻ പറഞ്ഞു തരും നിന്റെ കുഞ്ഞ് എവിടെയാണെന്ന്. അതല്ല അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു തരും. അല്ലാതെ നിന്റെ കുഞ്ഞിനെ തേടി ഇങ്ങോട്ടല്ല വരേണ്ടത്. ഇപ്പം അയലത്തുള്ളവൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നടി, അപ്പോഴേ എനിക്കറിയായിരുന്നു നീ ഇങ്ങോട്ട് വരുമെന്ന്. ഇപ്പം അങ്ങോട്ട് സംസാരിച്ച് പിരിഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് അവളിങ്ങോട്ടെത്തി. ഈ നാടകം കൊണ്ടൊന്നും എൻ്റെ അടുത്ത് വരണ്ട. അവൻ്റെ അമ്മ ഒരു തെറ്റ് ചെയ്തു, അത് തെറ്റല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അരികിലേക്ക് വന്നത്. ഞങ്ങളെ കുറേ മണ്ടരാക്കി, അവനും അവൻ്റെ അമ്മയും അവൻ്റെ ഭാര്യയൊക്കെ കൂടി. അതുകൊണ്ട് പോടി, തിരിഞ്ഞു നോക്കാതെ പോടി എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ച് തള്ളി പുറത്തേക്കാക്കുകയാണ്. കരഞ്ഞുകൊണ്ട് താര അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു നോക്കി നിൽക്കുമ്പോൾ ഷാരിയുടെ ഉള്ളിൽ കിരണ്ട വാക്കുകൾ തന്നെയാണ്, സരയു മകളല്ല എന്ന് പറഞ്ഞ ആ വാക്കുകൾ. സരയുവേ താരാൻ്റിയുടെ മോളാണ്. ആ വാക്കുകൾ ഇങ്ങനെ ഷാരിയെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാരി മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ സരയു മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. സരയുടെ മുന്നിൽ ചെല്ലാതെ ഷാരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി അവൾ പറഞ്ഞതിലും സത്യം ഉണ്ടാവുമോ? അതായത് രൂപ പറഞ്ഞ വാക്കുകൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെയും അവളെയും തമ്മിൽ തെറ്റിക്കാനും നമ്മുടെ കയ്യിൽ തുറുപ്പുചീട്ടുണ്ട്. താര
ആ വാക്കുകളൊക്കെ ശാരി ഇങ്ങനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരണിൻ്റെ വാക്കുകൾ അതിൻ്റെ കൂടെ തന്നെ. നിങ്ങൾ പ്രസവിച്ച സമയത്ത് നിങ്ങൾക്കരികിൽ കിടന്ന പെൺകുട്ടി മാത്രമാണ് സരയു. അതായത് നിങ്ങൾ പ്രസവിച്ച സമയത്ത് നിങ്ങൾക്ക് ബോധമില്ലാതാവുകയും കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ അരികിൽ കണ്ട പെൺകുട്ടി മാത്രമാണ് സരയു. അപ്പം ശാരി ചിന്തിക്കുന്നുണ്ട്, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? മാത്രമല്ല താര ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. തൽക്കാലം ഇതിൻ്റെ പൊരുൾ അറിയുന്നത് വരെ ഇതൊക്കെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചേ മതിയാവൂ. വീണ്ടും സരയുവിനെ ഏന്തി വലിഞ്ഞ് നോക്കിയിട്ട് വിചാരിക്കുന്നുണ്ട്, എൻ്റെ മോള് തന്നെയാണ് സരയു മോള്. പക്ഷേ ഇങ്ങനെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് എനിക്കത് തെളിയിക്കണം. ആ സത്യം തെളിയിക്കാൻ മോളുടെ എൻ്റെ ഒരു മുടിയുടെ നാര് മാത്രം മതി. അതിനുശേഷം സരയുവിനെ വിളിക്കുകയും സരയു സന്തോഷത്തോടെ അമ്മയുടെ അരികിലേക്ക് വരികയും ഞാൻ മുടിയൊക്കെ ചീവിത്തരാന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ്. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മേ, എന്തെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞു വരുന്നേ ഉള്ളൂ മോളെ, എല്ലാം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, റെക്കോർഡർ തന്നിരുന്നല്ലോ, പിന്നെ എന്താ കുഴപ്പം? അപ്പം ശാരി പറയുന്നുണ്ട്, ഒക്കെ ശരിയാ മോളെ, പക്ഷേ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവർ നമ്മുടെ മുന്നിൽ സ്നേഹത്തോടെയല്ലേ അഭിനയിക്കൂ, മോളുടെ അച്ഛനല്ലേ ഇത് നാടകമെന്ന് അറിയുള്ളൂ. അപ്പം സരയു പറയുന്നുണ്ട്, അയ്യോ അമ്മേ, അതുകൊണ്ടല്ലേ നമ്മളില്ലാത്ത സമയത്ത് അവരുടെ സംസാരം കേൾക്കണമെന്ന് പറയുന്നത്, അതിനല്ലേ റെക്കോർഡറൊക്കെ തന്നത്. അപ്പോൾ ശാരി പതറിക്കൊണ്ട് പറയാണ്, അതൊക്കെ അവരുടെ മുറിയിൽ തന്നെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ടൊരു പുരോഗതി വന്നിട്ടില്ല, ചില സംശയങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പോഴും ശാരിയുടെ മനസ്സ് തിളക്കുകയാണ്. അപ്പം സരയു ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അതെനിക്കെൻ്റെ മോളെ കാണണം തോന്നി. ഇനിയുള്ള 2 ദിവസം ഞാൻ ഇവിടെ നിൽക്കാമെന്നാണ് മോളെ വിചാരിക്കുന്നത്. അതെന്താ അങ്ങനെ? എൻ്റെ മോളല്ലേ ഇപ്പം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, നിനക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തരണ്ടേ? പിന്നെ രൂപയ്ക്ക് ഞാൻ അവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ സരയു പറയുന്നുണ്ട്, എന്നാലും അവിടെ പിടിച്ചു നിൽക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, പോകാം മോളെ, 1-2 ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴേക്കും അവരുടെ സംസാരമൊക്കെ റെക്കോർഡറിൽ പതിയുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോൾ സരയു പറയാ, അമ്മയുടെ സ്ഥാനത്ത് ഞാനാ പോയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കള്ളക്കളി പൊളിച്ചേനെ. അല്ല, അവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതോ? അതൊക്കെ ശരി തന്നെയാ മോളെ, പക്ഷേ ഒന്നും അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ശരി, ഒക്കെ അറിഞ്ഞിട്ട് വേണം ആൻറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അവർ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പുക കണ്ടിട്ടേ നമ്മളിവിടുന്ന് പോകാവൂ. അച്ഛനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം. അപ്പോൾ ശാരി വിചാരിക്കുന്നുണ്ട്, അത് ഞാൻ ഉറപ്പായും ചെയ്യിക്കും. പക്ഷെ അതിനു മുമ്പ് നീ എൻ്റെ മകളാണെന്ന് ഉറപ്പിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവരെല്ലാം പറഞ്ഞത് കള്ളാ, പക്ഷേ വല്ലാത്തൊരവസ്ഥയിലായി പോയില്ലേ ഞാൻ. എന്നിട്ട് കയ്യിലുള്ള സരയുവിൻ്റെ മുടിയിഴ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ്. അതാണുള്ള ആകെയുള്ളൊരു പ്രൂഫ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.